ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ബാക്കിയായിട്ടുള്ള മഞ്ഞൾ വിത്തുകൾ ഉണ്ടായിരുന്നേ. അപ്പം അത് നടാനായിട്ട് നിന്ന സമയത്താണ് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മളിത് വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറമ്പിൽ മഞ്ഞൾ നടുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ വെള്ളമൊന്നും കെട്ടി നിൽക്കാത്ത ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു കൈപ്പത്തി ഏകദേശം ഒരു കൈപ്പത്തി അളവിൽ താഴ്ത്തിയിട്ടാണ് നമ്മളിവിടെ ഒന്ന് കുഴിയെടുത്തിരിക്കുന്നത്. അതായത് വാരം കോരാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലം തിരഞ്ഞെടുത്തതിന് ശേഷം അത്രയും നീളത്തിലും വീതിയിലും നമ്മൾ ചെറിയ രീതിയിലൊന്ന് മണ്ണ് കൊത്തി ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ മണ്ണ് കൊത്തി ഇളക്കി മാറ്റിയതിന് ശേഷം ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ വാഴയില, അതായത് നമ്മുടെ പറമ്പിൽ വേസ്റ്റ് ആയിട്ടുള്ള വെട്ടിക്കളഞ്ഞ വാഴയുടെ ഇല, തണ്ട്, അതുപോലെ തന്നെ കരിയില, ഇതൊക്കെയാണ് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് അഴുകുന്ന തരത്തിലുള്ള ഇലകളൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അടിയിൽ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വേരുകൾക്ക് പെട്ടെന്ന് ഓടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രതലം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പം ഇത് പിന്നീട് അഴുകി കഴിയുമ്പോൾ നമ്മുടെ മഞ്ഞളിന് വളമായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഇലയുടെ മുകളിലേക്ക് നമ്മൾ ഈ കാണുന്ന മണ്ണൊക്കെ വെട്ടിയിട്ട് മൂടിയിരിക്കുകയാണ് ചെയ്തത്. സൈഡിലൊക്കെ നമ്മൾ ഒരു തടം പോലെ ആക്കിയതിന് ശേഷമാണ് അതിൻ്റെ നടുകെ നമ്മുടെ വേസ്റ്റും കരിയിലയും ചണ്ടിയും ഒക്കെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് 4 ഭാഗത്തു നിന്നും മണ്ണ് വെട്ടി ഒരു തിട്ട പോലെ ആക്കിയിരിക്കുകയാണ്. ഇനി ഇവിടെയാണ് നമ്മൾ നമ്മുടെ മഞ്ഞൾ വിത്തുകൾ പാകി കൊടുക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെയാവുന്ന സമയത്ത് നമുക്കിവിടെ എന്താ പറയുക, വെള്ളം നിൽക്കുന്ന പ്രശ്നം വരില്ല എന്നുള്ളതാണ്. ഇവിടെ കരിയില കൊണ്ടുവച്ചിട്ടുണ്ട്. പറമ്പിലുള്ള കരിയില മൊത്തമായിട്ട് തൂത്തുവാരി കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിന് പുതയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കരിയില ബെസ്റ്റ് വളമാണ് കേട്ടോ ഈ ഒരു മഞ്ഞളുടെ. വെറും മഞ്ഞൾ കൃഷിക്ക് നമുക്ക് പറമ്പിലുള്ള കരിയിലയും അതുപോലെ തന്നെ ചാരവും മാത്രം മതി നല്ല രീതിയിൽ മഞ്ഞൾ കൃഷി ചെയ്ത് വിളവെടുക്കാനായിട്ട്. മഞ്ഞൾ നടുന്ന സമയത്ത് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുക, ചാണകപ്പൊടി ഇടാത്തതാണ് നല്ലത്. ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള വണ്ടുകളും പ്രാണികളും ഒക്കെ നമ്മുടെ വിത്തിനെ ഡാമേജ് ആക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ വളങ്ങൾ ആയിട്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല. അടിവളമായിട്ട് ആ പച്ചിലയും കരിയിലയും ഒക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ നല്ല വിത്തുകളാണ്, നല്ല ആരോഗ്യമുള്ള വിത്തുകളാണ്. നടാനുള്ള സമയമായതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും മുള പൊട്ടി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അളവ് കണക്കാക്കിയതിന് ശേഷം ഈ വിത്തുകൾ നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കുറഞ്ഞ ഏരിയ ആണെങ്കിൽ പോലും, കുറഞ്ഞ വിത്തുകളാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെ നട്ട് വെക്കുന്നത് വളരെ നല്ലതാണ്. കുറച്ചാണെങ്കിൽ കുറച്ച് കൃഷി ചെയ്താൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കടയിൽ നിന്നും മാക്സിമം വാങ്ങാതെ സ്വന്തമായിട്ട് മഞ്ഞൾ കൃഷി ചെയ്ത് അതിൻ്റെ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മഞ്ഞൾ കൃഷി നമുക്ക് പൊടിയായിട്ട് ഉപയോഗിക്കാൻ മാത്രമല്ല, പല ഔഷധങ്ങൾക്ക് വേണ്ടിയിട്ടും മരുന്നായിട്ട് പോലും ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മുടെ മഞ്ഞൾ. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മൾ കൃത്യമായിട്ട് ഓരോ അകലം പാലിച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. വീതിക്ക് ഏകദേശം 3 വിത്തുകൾ വരുന്ന രീതിയിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഈ വിത്തിൻ്റെ മുളകൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ആരോഗ്യമുള്ള വിത്തുകളാണ് എന്നുള്ളത്. കാരണം നല്ല കരുത്തുള്ള മുളകളാണ് ഈ ഒരു വിത്തിന് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ബെഡ് കൂട്ടിയിട്ടുണ്ട്. ഇതിലും ഹൈറ്റിൽ നമ്മൾ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇതിലും ഹൈറ്റായിട്ട് തടങ്ങൾ കോരിയിട്ട് വേണം മഞ്ഞൾ നടാനായിട്ട്. നേരത്തെ നമ്മൾ നമ്മുടെ ആ ഒരു സ്ഥലത്ത് മഞ്ഞളും ഇഞ്ചിയൊക്കെ വെച്ച സമയത്ത് വീഡിയോ ചെയ്തപ്പം കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കപ്പയ്ക്കൊക്കെ കൂന കൂട്ടുന്നത് പോലെയാണ് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തടം കോരി വെച്ചിരിക്കുന്നത്. അവിടെ വെള്ളം നിൽക്കുന്ന ഏരിയ അല്ല എങ്കിലും നമ്മൾ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം വെള്ളം പെട്ടെന്ന് ഒലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ മഴക്കാലത്തെ മഞ്ഞൾ കൃഷിയാകുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലം തിരഞ്ഞെടുക്കാനായിട്ട്. അതുപോലെ ഈ ഒരു സമയത്താണ് ഇലകരിച്ചിൽ, ഇല അഴുകൽ, തണ്ട് ചീയൽ ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ നമ്മുടെ മഞ്ഞളിനെ ബാധിക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായ പരിചരണം നൽകി ശ്രദ്ധിച്ച് പരിചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ നമ്മൾ മഞ്ഞൾ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായ സമയ ഇടവേളകളിൽ നമ്മൾ മഞ്ഞളിന് വേണ്ടിയിട്ടുള്ള വളങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ജൈവവളങ്ങളാണ്. അപ്പം കോഴിവളം, ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, ചാരം, പച്ചിലകൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ മഞ്ഞൾ കൃഷിക്ക് വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. 2 മാസം കൂടുന്ന സമയത്താണ് മഞ്ഞൾ കൃഷിക്ക് നമ്മൾ വളം നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു മഞ്ഞൾ നട്ട് കഴിഞ്ഞ് ഏകദേശം 2 മാസം ആവുന്ന സമയത്ത് നമുക്ക് അതിന് വേണ്ടുന്ന വളങ്ങളും ഇട്ട് കൊടുത്ത് മണ്ണ് കയറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ഗ്രോ ബാഗിലുമൊക്കെ ആണെങ്കിൽ അതിൽ ആവശ്യമുള്ള വളങ്ങൾ ചേർത്ത് കൊടുക്കുക, പച്ചിലകളും കരിയിലകളും ഇട്ട് കൊടുക്കുക, വീണ്ടും അല്പം മണ്ണിട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്തിരുന്നാൽ മതിയാകും. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മൊത്തം മഞ്ഞൾ വിത്തുകളും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഒരു മഞ്ഞൾ വിത്തുകളെ മൂടുകയാണ്. മണ്ണല്പം വെട്ടിയിട്ടിട്ട് ഇത് മൂടി വെക്കാവുന്നതാണ്. ഇങ്ങനെ മൂടിയതിന് ശേഷം നമ്മൾ നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന കരിയില ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ ഒരു പുതയിട്ട് കൊടുക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് കരിയില ഇട്ട് പുതയിട്ടതിന് ശേഷം എന്ത് ചെയ്യും, ഇതിൻ്റെ മുകളിൽ ഓലമടലോ അങ്ങനെ എന്തെങ്കിലും വെട്ടിയിട്ട് കൊടുക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കോഴി വളർത്തുന്നവരോ ഒക്കെ ആണെങ്കിൽ ഈ കോഴിയൊന്നും വന്നിട്ട് നമ്മുടെ ഈ ഒരു തടം ചിക്കി വിത്തുകളൊന്നും പുറത്ത് ആക്കാതിരിക്കാനും, അതുപോലെ മഴ പെയ്യുന്ന സമയത്ത് നേരിട്ട് വെള്ളം വീണിട്ട് വിത്തുകൾ പുറത്താവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാറുള്ളത്. അങ്ങനെ എല്ലാ വിത്തുകളും അല്പം മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നല്ല കട്ടിക്ക് ഈ ഒരു കരിയില ഇട്ട് കൊടുക്കുക. മാക്സിമം എത്ര കരിയില കിട്ടുന്നോ നമ്മൾ ഈ മഞ്ഞൾ മുളച്ച് വന്നതിന് ശേഷവും കരിയില നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. ഒപ്പം ചാരവും വിതറി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പൊതുവെ ഈ ഒരു രീതിയിൽ കരിയിലയും ചാരവും തന്നെയാണ് മഞ്ഞൾ കൃഷി ചെയ്യാറുള്ളത്. ഇപ്പം നോക്കുകയാണെങ്കിൽ എല്ലാവരുടെ കയ്യിലും വളം ഉണ്ടാവണമെന്നില്ല. ഇനിയിപ്പോൾ കാശ് കൊടുത്ത് വാങ്ങാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണെങ്കിലും നമുക്ക് കൃഷി ചെയ്യണമല്ലോ. ഈ ഒരു കരിയില മികച്ചൊരു വളം തന്നെയാണ്. ഇത് കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ചാരവും കരിയിലയും മാത്രം മതി നല്ല രീതിയിൽ മഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ മഞ്ഞൾ നട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോസ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും വരാനുണ്ട്. താങ്ക്